നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുണ്ടാ തലവന്മാരെ ഒരു മേശയ്ക്കപ്പുറം ഇരുത്തി വലിയ ചർച്ചയും യോഗം ചേരലുമൊക്കെ. ഓപ്പറേഷൻ തൂഫാൻ ഒരു രീതിയിൽ ശക്തമായി കേരളത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ആ പദ്ധതിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ MP. ഗുണ്ടാ സംഘങ്ങളുമായി എന്തായിരുന്നു സുധാകരന്റെ ചർച്ച എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ ലഹരി മാഫിയക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ വേട്ടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത യോഗമാണ് വലിയ പൊല്ലാപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ യോഗത്തിൽ കുപ്രസിദ്ധ ക്രിമിനൽ കേസ് പ്രതികളും മുൻ ഗുണ്ടാ നേതാക്കളും കൂട്ടത്തോടെ പങ്കെടുത്തത് വലിയ വിവാദമായി മാറുന്നു. ഇത് പുതിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചിരിക്കുകയാണ്. നിരവധി അക്രമ കേസുകളിൽ പ്രതിയായ മട്ടാഞ്ചേരി ഹാരിസ്, പ്രമാദമായ തോക്ക് കേസ് പ്രതി റിയാസ്, കൊടും ക്രിമിനൽ പുലി നസീർ, കൊച്ചിയിലെ ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലെ മുഖ്യപ്രതി ബിലാൽ തുടങ്ങി അധോലോക പശ്ചാത്തലമുള്ള വൻ നിരയാണ് സുധാകരനൊപ്പം വേദി പങ്കിട്ടത്. ലഹരി വിരുദ്ധ യോഗത്തിന്റെ പേരിൽ അധോലോക സംഘങ്ങളെ ഒരുമിച്ച് കൂട്ടിയ കെ സുധാകരന്റെ നടപടിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ കടുത്ത അമർഷമാണിപ്പോൾ പുകയുന്നത്. പോലീസ് മഷിയിട്ട് നോക്കിയിട്ട് കിട്ടാത്ത കൂട്ടത്തിനെയൊക്കെയാണ് ഇപ്പോൾ സുധാകരൻ വിളിച്ചു ചേർത്ത ഒരു യോഗത്തിൽ കണ്ടിരിക്കുന്നത്. ഇതോടെയാണ് ആഭ്യന്തര വകുപ്പിന് വലിയ തിരിച്ചടി ഈ ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് നേരെയും കോൺഗ്രസിന് നേരെയും വിമർശനം ഉയർന്നത് ഓപ്പറേഷൻ തൂഫാൻ കൃത്യമായി മുൻപോട്ട് പോകുമ്പോൾ അതിന് തന്നെ മാനക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു നീക്കമെന്നും ഈ ഗുണ്ടാ സംഘങ്ങളുമായിട്ടൊക്കെ രാഷ്ട്രീയക്കാരുടെ ബന്ധം എന്താണ് എന്നുള്ളതും വലിയ ചോദ്യമാകുന്നു. കാരണം ഒരു ഫോൺ കോളിൽ ഗുണ്ടാ സംഘങ്ങളൊക്കെ പറന്നെത്തുകയാണ് രാഷ്ട്രീയക്കാരെ കാണുന്നതിന് വേണ്ടി. അപ്പോൾ രാഷ്ട്രീയക്കാർ ഇവരെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതോടെ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് ഇപ്പോൾ UDFും കോൺഗ്രസും. അതേസമയം കെ സുധാകരൻ കൊച്ചിയിൽ വിളിച്ചു ചേർത്ത ഈ വിവാദ യോഗം തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്ന് വ്യക്തമാക്കി എറണാകുളം DCC നേതൃത്വം അടിയന്തരമായി രംഗത്തെത്തി. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന പേരിൽ കൊച്ചിയിൽ ഇത്തരമൊരു യോഗം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് DCCക്ക് യാതൊരുവിധ മുൻകൂർ അറിയിപ്പും ലഭിച്ചിരുന്നില്ല. ക്രിമിനൽ കേസ് പ്രതികളെയും ഗുണ്ടാ നേതാക്കളെയും അണിനിരത്തി നടത്തിയ ഈ കൂട്ടായ്മയുമായി ഔദ്യോഗിക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് എറണാകുളം DCC ഭാരവാഹികൾ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. യോഗത്തിനു മുൻപോ ശേഷമോ തങ്ങളുമായി യാതൊരുവിധ കൂടിയാലോചനകളും സുധാകരൻ നടത്തിയിട്ടില്ല എന്നും ഇവർ കൂട്ടിച്ചേർത്തു. ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ തണ്ടർ എന്നീ ലഹരി വിരുദ്ധ പരിപാടികൾക്ക് ജനകീയ പിന്തുണ ഉറപ്പാക്കുക എന്ന വ്യാജേനയാണ് കൊച്ചിയിൽ ഈ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത കുപ്രസിദ്ധ പ്രതികളോട് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വിരുദ്ധ പരിശ്രമങ്ങളുടെ ഭാഗമാകാൻ കെ സുധാകരൻ MP പരസ്യമായി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ യോഗത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് കോൺഗ്രസ് വലിയ തോതിൽ പ്രതിരോധത്തിലായിരിക്കുന്നത്. ലഹരി വിരുദ്ധ യോഗത്തിൽ ലഹരിക്കടത്ത് ക്രിമിനൽ കേസുകളിലെ സ്ഥിരം പ്രതികൾ എങ്ങനെ മുഖ്യ അതിഥികളായി എത്തി എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളും MP-യുമായ കെ സുധാകരൻ കൊച്ചിയിൽ പരിഭ്രാന്തി പരത്തിയ വെടിവെപ്പ് കേസ് പ്രതികൾക്കും ഗുണ്ടകൾക്കുമൊപ്പം പരസ്യമായി വേദി പങ്കിട്ടത് എന്തിനാണെന്ന ചോദ്യം പാർട്ടി അണികളും ഉയർത്തുന്നു. സംഭവം വലിയ നാണക്കേടായതോടെ ഇത് പാർട്ടി ഔദ്യോഗികമായി വിളിച്ചു ചേർത്ത യോഗമായിരുന്നില്ല എന്നും തികച്ചും വ്യക്തിപരമായ താൽപര്യപ്രകാരം നടന്ന അനൌദ്യോഗിക കൂട്ടായ്മ മാത്രമാണെന്ന് സുധാകരനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. എന്നാൽ ഗുണ്ടാ നേതാക്കളുമായുള്ള സുധാകരന്റെ അവിശുദ്ധ ബന്ധം ആഭ്യന്തര വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി മേശയ്ക്കിരുപുറവും ഇരുന്നാണ് ഇവർ സംസാരിക്കുന്നതെങ്കിലും ഒരു സൗഹൃദം പങ്കിടുന്നത് പോലെ ആയിരുന്നു ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇത് മാത്രമല്ല, സർക്കാരിന് വേണ്ടി വക്കാലത്തുമായിട്ട് ഗുണ്ടകളുടെ അടുത്തേക്ക് പോകുന്ന സുധാകരൻ, ഇതെന്ത് മറിമായമാണെന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ഓപ്പറേഷൻ തൂഫാനോട് നിങ്ങൾ സഹകരിക്കണമെന്ന് താണ് വീണ് അപേക്ഷിക്കുകയാണ് ഒരു MP ഗുണ്ടകളോട്. സർക്കാരിനും ആഭ്യന്തര മന്ത്രിക്കും മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്തതായിരിക്കും, പക്ഷേ ഇത് ആട്ടപ്പടലം പാളിപ്പോയി. ചെന്നിത്തല ഇപ്പോൾ കടുത്ത വിമർശനമാണ് സുധാകരന് നേരെ ചൊരിയുന്നത്. സുധാകരനോട് ചീറി നിൽക്കുകയാണ് ആഭ്യന്തര മന്ത്രി. അതായത് പോലീസ് മഷിയിട്ട് നോക്കിയിട്ട് ഇതിനു മുൻപ് ഈ ഗുണ്ടകളെ ഒന്നും കിട്ടിയിട്ടില്ല, ഇവരൊക്കെ ഒളിവിലായിരുന്നു. എവിടെയും കിട്ടാത്ത ഗുണ്ടകളെ സുധാകരൻ ഒറ്റ ഫോൺ കോളിൽ വിളിച്ച് വരുത്തി കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും
സുധാകരന് വേണ്ടി ഗുണ്ടാപ്പണി എടുത്തവരാണോ ഇവർ എന്നൊക്കെയുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെ അടപടലം പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിയിട്ടിരിക്കുകയാണ് സുധാകരൻ. ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ച് സതീശനോടൊക്കെ വലിയ കട്ടക്കലിപ്പിലാണ് സുധാകരനുള്ളത്. പണി കൊടുത്തതാണോ എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും ഗുണ്ടകളോട് ഞങ്ങളുടെ പദ്ധതിയോട് സഹകരിക്കണം എന്ന് പറയാൻ പോയ കെ സുധാകരനെ ഒന്ന് സമ്മതിക്കണം. തൂഫാൻ ശക്തമായി തന്നെ മുൻപോട്ട് പോകുകയാണ്. അങ്ങനെ ഒരു ഗുണ്ടാ നേതാക്കളുടെയും മുൻപിൽ വക്കാലത്തുമായി പോകേണ്ട കാര്യമില്ല. ഗുണ്ടാ സംഘങ്ങളെ നിലയ്ക്ക് നിർത്തുക തന്നെ വേണം. ലഹരി സംഘങ്ങളെ മുഖം നോക്കാതെ നടപടിയെടുക്കണം. അവർക്കെതിരെ തൂക്കി അകത്തിടണം, എത്ര കൊമ്പനായാലും വമ്പനായാലും. അങ്ങനെ ചെയ്യുമെന്ന് തന്നെയാണ് ആഭ്യന്തര മന്ത്രി കേരളത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടേ മതിയാകൂ. കാരണം അതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ജനം നിങ്ങൾക്ക് നേരെ തിരിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലഹരി കേരളത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കേരളത്തെ മുക്തമാക്കുകയാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം, ജനങ്ങളുടെയും ഉത്തരവാദിത്തം അത് തന്നെയാണ്. കാരണം പോലീസ് സംവിധാനത്തിനും സർക്കാരും വിചാരിച്ചാൽ മാത്രം ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല. അവിടെ ജനങ്ങളുടെ പങ്കാളിത്തവും വേണം. ഓപ്പറേഷൻ തൂഫാന് ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അതിനിടയിൽ ഇമ്മാതിരി കല്ലുകടിയാകുന്ന പ്രശ്നങ്ങൾ സുധാകരനെ പോലെയുള്ള നേതാക്കളിൽ നിന്ന് ഉണ്ടാകാതിരിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായാലും ഇത് ആഭ്യന്തര വകുപ്പിന് ഒരു കളങ്കം ഉണ്ടാക്കിയെന്ന് തന്നെയാണ് പറയേണ്ടത്. ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളോട് തോളോട് തോൾ ചേർന്ന് പോലീസ് കൈയിട്ട് തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതൊക്കെ മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം പിണറായി വിജയൻ്റെ 10 വർഷക്കാലത്ത് ഗുണ്ടകളോടൊക്കെ മൃദു സമീപനം സ്വീകരിച്ച പോലീസിനെ ജനങ്ങൾ കണ്ടതാണ്, ജനങ്ങൾ അന്ന് വെറുത്തതാണ്. അതിനുള്ള മറുപടിയാണ് അവർക്ക് കൊടുത്തത്. ഇനി നിങ്ങളും ഈ ഗുണ്ടകളുടെയൊക്കെ തോളിൽ കൈയിട്ട് പ്രവർത്തിക്കാനാണ് നീക്കമെങ്കിൽ 5 വർഷത്തിന് ശേഷം ജനങ്ങൾ നിങ്ങൾക്കും മറുപടി തരും.